ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് മുഹമ്മദ് സ്വാലി കൂടി ചേരുന്നുണ്ട്. സ്വാലി, എന്താണ് ഹൈക്കോടതി വിധി? ഇതിലിപ്പോൾ ഒന്നാം പ്രതിയെ വെറുതെ വിട്ടുകൊണ്ട് എന്താണ് കോടതി നിരീക്ഷണങ്ങൾ? ദിവ്യ, ഒന്നാം പ്രതിയെ വെറുതെ വിട്ടു എന്നതാണ് ഏറ്റവും പ്രധാനമായ വാർത്ത. ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് വെറുതെ വിട്ടത് എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ ഇന്ന് നമുക്ക് വിധിപ്പകർപ്പ് ലഭിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വിശദാംശം നമുക്ക് ലഭ്യമായി വരുന്നതേയുള്ളൂ. ഒന്നാം പ്രതി ഹുസൈനെ ഇപ്പോൾ നിലവിൽ വെറുതെ വിട്ടിരിക്കുകയാണ്. ഇദ്ദേഹം നേരത്തെ തന്നെ ജയിലിന് പുറത്തായിരുന്നു, ജാമ്യം ലഭിച്ചിരുന്നു. ഇദ്ദേഹം മധുവിനെ പിടിക്കാൻ വേണ്ടി കാടിനകത്തേക്ക് പോയിരുന്നില്ല. ഒപ്പം ഇദ്ദേഹം ഹൃദ്രോഗിയാണ് എന്നതടക്കമുള്ള കാരണങ്ങൾ നിലനിർത്തിയാണ് നേരത്തെ കോടതി ജാമ്യം നൽകിയത്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ കോടതി വെറുതെ വിട്ടിരിക്കുന്നത് എന്ന കാര്യം ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അതേസമയം മറ്റു 12 പ്രതികൾ ഇപ്പോൾ അവരുടെ ഹർജി യാതൊരു വിധത്തിലും കോടതി പരിഗണിക്കുന്നില്ല. അവർക്ക് ഇനി എന്താണ് കോടതി കൂടുതൽ കരുതി വെച്ചിരിക്കുന്നത് എന്നത് ഇനി കാണേണ്ടിയിരിക്കുന്ന മറ്റൊരു കാര്യമാണ്. മാത്രമല്ല, ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത് 3 ഹർജികളാണ്. സർക്കാരിൻ്റെയും മധുവിൻ്റെ അമ്മ മല്ലിയുടെയും ഹർജികളാണ് പ്രധാനമായും പരിഗണിച്ചിരിക്കുന്നത്. ഇവർ ആവശ്യപ്പെട്ടത് പ്രതികൾക്ക് ജീവപര്യന്തം ഉൾപ്പെടെ ശിക്ഷ വേണം എന്നതാണ്. അതേസമയം മറ്റ് പ്രതികളുടെ ഹർജികളിൽ ഒന്നാം പ്രതിയുടെ ഹർജിയിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുന്നു. ഒന്നാം പ്രതി ഹുസൈനെ വെറുതെ വിട്ടിരിക്കുന്നു. മറ്റു പ്രതികളെ കോടതി യാതൊരു വിധത്തിലും കുറ്റവിമുക്തരാക്കുമെന്നുമില്ല. ഇതാണ് ഏറ്റവും അവസാനം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ സർക്കാരിന്റെയും അതുപോലെ തന്നെ മധുവിന്റെ അമ്മയുടെയും ഹർജിയിൽ എന്ത് ഇടപെടലാണ് ഇന്നുണ്ടായത്? അതോ അത് പിന്നീട് പരിഗണിക്കാനായി മാറ്റുകയാണോ ചെയ്തത്? ഇക്കാര്യങ്ങളടക്കം കൂടുതൽ വ്യക്തത ആവശ്യമാണ് ദിവ്യ. ഇന്നിപ്പോൾ പ്രതികളുടെ ഹർജി പരിഗണിച്ചാണ് ഒന്നാം പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ വാദങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിക്ഷ ഇളവ് നൽകണം അല്ലെങ്കിൽ ശിക്ഷ റദ്ദാക്കണം എന്ന ആവശ്യത്തോടെ എന്തായിരുന്നു കോടതിയുടെ ഒരു നിരീക്ഷണം? മറ്റു പ്രതികളുടെ ഹർജികൾ യാതൊരു വിധത്തിലും കോടതി ഹർജികളിൽ വാദം കേട്ട ശേഷം കോടതി അത് പരിഗണിക്കുകയുണ്ടായില്ല എന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. ആ ഹർജികൾ കോടതി യാതൊരു വിധത്തിലും പരിഗണിച്ചില്ല. അവരുടെ ശിക്ഷ ഇളവ് ചെയ്യാനോ റദ്ദാക്കാനോ കോടതി തയ്യാറായില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം പ്രതിയുടെ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ ഇനി ലഭ്യമാകേണ്ടിയിരിക്കുന്നു. കോടതി നടപടികൾ ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേസുകൾ തന്നെയാണ് തുടർന്നും കോടതി പരിഗണിക്കുന്നത്. സർക്കാരിന്റെ കേസുകൾ ണ്ട്, അതോടൊപ്പം പ്രതികളുടെ ഹർജികളുണ്ട്. പ്രതികളുടെ ഹർജികളിൽ ഇപ്പോൾ കോടതി അവരെ കുറ്റവിമുക്തരാക്കുന്നില്ല. മറ്റു പ്രതികൾ ഒന്നാം പ്രതി ഒഴികെയുള്ളവരെ കുറ്റവിമുക്തരാക്കുന്നില്ല. അവരുടെ ഹർജിയിൽ അവർക്ക് ശിക്ഷ ഇളവ് നൽകുന്നില്ല എന്നത് കോടതി തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, മറ്റു ഹർജികൾ അമ്മയുടെ അടക്കം ഹർജിയുണ്ട്. ഈ ഹർജികളിൽ കൂടി എന്താണ് കോടതി പറയുന്നത് എന്നത് കൂടുതൽ വ്യക്തത ആവശ്യമാണ്. വിധിപ്പകർപ്പ് അടക്കം ലഭ്യമാകുന്ന മുറയ്ക്ക് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ദിവ്യ.